ലൈംഗിക ആരോപണങ്ങളിൽ സ്വയം ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് രാഹുൽ കൃത്യമായി പ്രതികരിച്ചതുമില്ല. തന്നെ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും താൻ കാരണം പ്രവർത്തകർ തലകുനിക്കേണ്ടി വരില്ല എന്നും രാഹുൽ പറഞ്ഞു. പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങൾ സംബന്ധിച്ച ആവർത്തിച്ചുള്ള ചോദ്യത്തിനും രാഹുൽ മറുപടി നൽകിയില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇത്രയേറെ അക്രമം നേരിടേണ്ടി വരുന്നതിൻ്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ മറ്റിനപ്പുറം ഈ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ, അത് പാർട്ടിയുടെ മെറിറ്റിനെ ന്യായീകരിക്കാൻ, പാർട്ടിയെ പ്രതിരോധിക്കുവാൻ സമൂഹമാധ്യമം, മാധ്യമങ്ങളെങ്കിൽ മാധ്യമങ്ങൾ, സമരങ്ങളെങ്കിൽ സമരങ്ങൾ, അതിലെല്ലാം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുന്നത്. പക്ഷേ ഞാൻ കാരണം എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് തലകുനിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന കാര്യമില്ല. മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ MLAയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ രാഹുൽ പുറത്തേക്കിറങ്ങി. തിരുവനന്തപുരത്തേക്കാണോ യാത്രയെന്ന് സംശയമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, രാഹുൽ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം കുറേ ന്യായീകരണങ്ങൾ നിരത്തി. രാജിവെക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. ഇപ്പോൾ രാഹുൽ സ്വവസതിയിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. തലസ്ഥാനത്തേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ വരുന്നു. കൂടുതൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ മിഥുൻ മുരളി? അടൂരിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം ലക്ഷ്യമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്ര. നിലവിൽ കൊട്ടാരക്കര പിന്നിട്ടിട്ടുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ നിന്നും MLA ബോർഡ് വെച്ച വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടം യാത്ര പുറപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം ലക്ഷ്യമാക്കിയാണ് യാത്ര എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. MC റോഡ് വഴി, അടൂര് വഴി, കൊട്ടാരക്കര വഴി തിരുവനന്തപുരം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. കൃത്യമായി തന്നെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല. തനിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ട്രാൻസ്ജെൻഡർ അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മറുപടി നൽകിക്കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. ഓഗസ്റ്റ് 1 രാത്രി 8:30 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് അതിൽ തന്നെ കുടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ആരോപണത്തിന് മാത്രം പ്രതിരോധം തീർക്കാനുള്ള ന്യായീകരണം നടത്താനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും കടുത്ത പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ, MLA സ്ഥാനം രാജിവെക്കുമോ എന്ന മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. രാഹുലിനുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന രാഹുൽ ഈ രാജി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപ്, അരമണിക്കൂർ മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുന്നതിൽ പദവികൾ ആവശ്യമില്ല, കോൺഗ്രസ് പ്രസ്ഥാനമാണ് വലുത് എന്ന് പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അരമണിക്കൂർ മുമ്പ് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. നാളുകൾക്ക് ശേഷമാണ് സാധാരണ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരണം നടത്തുന്ന സമൂഹ മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒപ്പം തന്നെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റും രേഖപ്പെടുത്തുന്നത്. അതിലാണ് തനിക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസ് തനിക്ക് വലുത് എന്ന് പരാമർശിച്ചുകൊണ്ട് ഒരുപക്ഷെ രാജിയിലേക്കാണോ രാഹുൽ മാങ്കൂട്ടം പോകുന്നത് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. സംഘടിതമായി അയാളെ ആക്രമിച്ചു, പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ വരികളാണ് രാജി പ്രഖ്യാപനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകുന്നു എന്നതിന്റെ കൃത്യമായ ചില സൂചനകൾ നൽകുന്നത്. അതിങ്ങനെയാണ്: പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനത്തെ 2 വരികൾ. ഇത് കൃത്യമായി തന്നെ രാജി സൂചനയിലേക്കുള്ളതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി സംശയമായി നിലനിൽക്കുന്നത്. ഒപ്പം സ്തുതിപാടിയവർ വിമർശകരായി എന്നുള്ള ഒരു വരി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ നിന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചിലർ പ്രവർത്തിച്ചു എന്നുള്ള വിമർശനം കാര്യമായി തന്നെ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ട്. ഈ കോൺഗ്രസുകാരെ തന്നെയാണോ സ്തുതിപാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു എന്നുള്ളത് കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടം സൂചിപ്പിച്ചിരിക്കുന്നത്, വിമർശിച്ചിരിക്കുന്നത് എന്നാണ് സംശയിക്കേണ്ടത്. ഒരു കട്ടപ്പ വിവാദം ഈ കോൺഗ്രസുമായും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചിലർ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിപക്ഷത്ത് നിന്ന് എത്രമാത്രം വിമർശനം വരുന്നുണ്ടോ അതേ അളവിൽ തന്നെ
പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതുകൂടി സൂചിപ്പിച്ചാകാം രാഹുൽ ഇപ്പോൾ FB പോസ്റ്റ് ഇട്ടിട്ടുള്ളത്.